പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത ദൈവവചനം നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ കർത്താവ് വേദി ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി സമയം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. നമുക്കറിയാം, ക്രിസ്ത്യ വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമ്മുടെ ഇമോഷണൽ വേരിയേഷൻസോ നമ്മുടെ ഫീലിങ്സ് ഒന്നും ആസ്പദമാക്കിയുള്ളതല്ല. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസത്താലത്രേ നടക്കുന്നത്, കാഴ്ചയാലല്ല. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനെന്താ പ്രയോജനം? കാണാത്തതിനായി പ്രത്യാശിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്ന കാര്യങ്ങളെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെ ഉറപ്പാണ്. കൺമുമ്പിൽ ഒന്നും കാണാൻ സാധിക്കത്തില്ല. Nothing will be visible before our naked eyes, but still we believe. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നിങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. എങ്ങനെ സ്നേഹിക്കുന്നു? കാണാതെ വിശ്വസിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു. അങ്ങനെ കാണാതെ വിശ്വസിച്ചുകൊണ്ട് സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുമെന്ന് അവിടെ നമ്മൾ കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസം എല്ലാവർക്കുമുണ്ട്. പക്ഷെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ തക്കവം പരുവത്തിലുള്ളതാണോ, പാകത്തിലുള്ളതാണോ നമ്മുടെ വിശ്വാസമെന്ന് ഈ നാളുകളിൽ നാം ഒന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബാഹ്യമായി നമ്മുടെ കൺമുമ്പിൽ ദൃശ്യമാകുന്ന കാര്യങ്ങളെ ആശ്രയിച്ചല്ല നമ്മുടെ വിശ്വാസം എന്നുള്ളത് വസ്തുത നാം ഗ്രഹിച്ചേ മതിയാകുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിലോട്ട് നമ്മുടെ വിശ്വാസം വളർന്നില്ല എങ്കിൽ, എത്തിയില്ല എങ്കിൽ, ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ലേഖനം 2-ാം അധ്യായത്തിൽ കൃപയാലുള്ള നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രവൃത്തികളെ കാരണമല്ല. ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, ദൈവം പറഞ്ഞ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ ചില ചുവടുകൾ വെക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെ, ആകയാൽ സാക്ഷികളും വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടുകളഞ്ഞ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്നിട്ട് പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ ഒറിജിനേറ്റർ, സ്റ്റാർട്ടർ, ബിഗിനർ. എന്നിട്ട് ആ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതും കർത്താവ് തന്നെയാണ്. അപ്പോൾ ഇതൊരു ബേസിക് ഫെയ്ത്താണ്. കർത്താവിൽ വിശ്വസിച്ച് ഞാൻ ആശ്രയിച്ച് കടന്നു വന്നു. യേശു ജീവിത സഖിയാണ്, എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഗുരുവാണ്, എൻ്റെ നേതാവാണ്, എന്നെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ആളാണ്, എൻ്റെ ഉദ്ധാരകനാണ്, രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്. അതൊരു ബേസിക് വിശ്വാസമാണ്. പക്ഷെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നാം വളർന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, വിശ്വാസ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ, ദീസ് ആർ ഓൾ ഫണ്ടമെന്റൽ ഫൗണ്ടേഷണൽ തിങ്സ്. നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പോൾ യേശുവിൽ ആശ്രയിച്ച് വിശ്വസിച്ച് കടന്നു വന്ന ഓരോ ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൽ പടിപടിയായി വളർന്ന് പരിജ്ഞാന പൂർത്തിയിലേക്ക് വളരണം. ക്രിസ്തുവാകുന്ന ആ അളവോളം നാം വളരേണ്ടത് ആവശ്യമാണ്. അതാണ് ഗ്രോയിങ് ഫെയ്ത്ത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഗ്രാജുവലായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? ഒരു ചെറിയ തുടക്കം അല്ലേ, ഒരു ചെറിയ സ്റ്റാർട്ടിങ് പോയിന്റ്. ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് നമ്മൾ തുടങ്ങി. പക്ഷെ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. അനുഭവങ്ങൾ ഒരുപാടുണ്ടായി, പ്രതികൂലങ്ങൾ ഒരുപാട് കടന്നു വന്നു, പ്രതിസന്ധികൾ ഒരുപാട്, വെല്ലുവിളികൾ ഒരുപാട്, സംഘർഷങ്ങൾ ഒരുപാട്. അതിൻ്റെ എല്ലാം നടുവിൽ തളർന്നു പോകുമെന്ന് വിചാരിച്ചു, വീഴുമെന്ന് വിചാരിച്ചു. എന്നാൽ അവിടെയെല്ലാം നമ്മൾ കവർ ചെയ്ത് ഓവർകം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വളർന്നു വന്നു. ആമേൻ. ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു.
റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, ആമേൻ, കഷ്ടത, സങ്കടം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇവരെല്ലാറ്റിലും ഞങ്ങൾ ജയാളികളാകുന്നു. വി ആർ ഓവർകമേഴ്സ്. ഇതെങ്ങനെയാ ഉണ്ടായത്? നമ്മുടെ വിശ്വാസം വളർന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളെല്ലാവരും വളരുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറണം. ഓരോ പ്രതികൂലം നമ്മെ പിന്നെയും ശക്തീകരിക്കും, പിന്നെ ബലപ്പെടുത്തും. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അപ്പം നമ്മളെല്ലാവരും ഒരു വളരുന്ന വിശ്വാസത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അടുത്തത് വലിയ വിശ്വാസം. കർത്താവ് പലപ്പോഴായിട്ട് പറഞ്ഞ പല പദങ്ങളിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫെയ്ത്ത് നമ്മൾ എഴുതാം. നമുക്ക് വേറെ പേര് വേണമെങ്കിൽ ഇടാൻ പറ്റും. നമ്മളൊരു എക്സാമ്പിൾ കാണണമെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ശതാധിപൻ്റെ ഒരു അനുഭവം കാണുന്നുണ്ട്. തൻ്റെ ദാസന് സുഖമില്ലാതെ കിടക്കുന്നു, മരണത്തോട് സമീപിച്ചിരിക്കുന്നു. കർത്താവേ, എൻ്റെ ദാസന് നീ സൗഖ്യമാക്കണമെന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ വരാം, ഐ ഷൽ കം വിത്ത് യു. ശതാധിപനോട് കർത്താവ് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ പറയുന്ന വാക്യം ഇതാണ്, കർത്താവ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ആമേൻ. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോകാമെന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ചെയ്യുക എന്ന് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. അവിടെ സൗഖ്യമാക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല, വേറെ മറ്റൊരു കാര്യവും പറയുന്നില്ല. തൻ്റെ ഉള്ളിൽ കർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം, കർത്താവിൻ്റെ മാന്യതയെക്കുറിച്ച്, കർത്താവിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ച് തനിക്കുള്ളതായ തൻ്റെ ആ അഭിപ്രായം, അത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ട് താൻ ഇവിടെ അത് പ്രകടിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമ്മുടെ ഓരോ വാക്കുകളിലും അത് ബഹുസ്ഫുരണമായി വ്യാപരിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ശരിയാകുമെന്ന് അറിയത്തില്ല, ഏതായാലും പ്രാർത്ഥിച്ച് നോക്കാം, നാളെ വരെ പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെയല്ല. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് എനിക്കിത് ചെയ്തു തരും. എനിക്ക് പറയേണ്ട ആളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയിക്കേണ്ട ആളിനെ ഞാനിത് അറിയിച്ചിട്ടുണ്ട്, ഞാനിത് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ഞാനിത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ ഒരു ഭയങ്കര വിശ്വാസം അല്ലേ, ഒരു ചാരിതാർത്ഥ്യ ബോധം. ആമേൻ. ഇനി അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. സംഗീതക്കാരൻ ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ ഇത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വാസ്തവത്തിൽ വിശ്വാസത്തിന് എന്തെങ്കിലും വാക്കുകൾ ഈ മനുഷ്യൻ പറഞ്ഞോ? ഇല്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അപ്പോൾ യേശുവിൻ്റെ ഒരു വാക്കിലുള്ള ഇയാളുടെ ഭയങ്കരമായ ഒരു 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 പ്രതീക്ഷ. ആമേൻ. കർത്താവിൻ്റെ ഒരു വാക്ക് മതി എൻ്റെ കാര്യമല്ല ശരിയാകാൻ. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ പത്രോസിനെ കാണുന്നില്ലേ? പത്രോസ് പറഞ്ഞത്, നാദാ, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, വല കഴുകി പോകാൻ തുടങ്ങിയ. ഈ പത്രോസിന് വേണ്ടിയിട്ട് വെളുപ്പിനെ എൻ്റെ കർത്താവ് ആ കടൽക്കരയിൽ വന്നത്. പത്രോസ് പറഞ്ഞു, നീ വലത് ഭാഗത്തെ വല വീശ്. പത്രോസ് പറയുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എത്ര പേർക്ക് ഇത് പറയാനായിട്ട് സാധിക്കും? കർത്താവേ, എല്ലാം പ്രതികൂലമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ച്
അനേകരോട് പറയാൻ നമുക്കുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിലാണ് കർത്താവ് എല്ലാം നഷ്ടമാണ്. ഒത്തിരി കഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഒരു രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല. നിരാശയോടെ ശൂന്യതയുടെ അനുഭവത്തിൽ എല്ലാം പൂട്ടിക്കെട്ടി, പെട്ടി പൂട്ടിക്കെട്ടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. പക്ഷെ അതിൻ്റെ നടുവിലും എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ നമ്മുടെ വിശ്വാസം ഒരു പ്രത്യേക ലെവലിൽ എത്തിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കുന്നത് ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ നടുവിലാണ് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും വിശ്വാസം കുറച്ച് നമ്മുടെ കൂടിയിട്ടുണ്ടായിരിക്കാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പ്രത്യേക പ്രതിസന്ധിയുടെ നടുവിൽ നാം അകപ്പെടുമ്പോഴാണ് ആമേൻ നമ്മുടെ വിശ്വാസം എത്രയുണ്ടെന്ന് God is measuring your faith. ആമേൻ. ഈ മനുഷ്യൻ പറയുന്നു, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ആമേൻ. മത്തായി 8-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നത്. യേശു പറയുന്നു, ഇസ്രയേലിൽ കൂടെ എന്ന് പറയാൻ കാര്യം എന്താ? വിശ്വസിക്കാനായിട്ട് ബാധ്യസ്ഥരവരാ. വിശ്വസിക്കാനുള്ളതായ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുള്ളത് അവരാ. ന്യായപ്രമാണം അവരുടേതാ. യേശു അവരുടെ നിന്നാ വന്നത്. ആമേൻ. ആരാധന അവരുടേതായിരുന്നു, ദേവാലയം അവരുടേതായിരുന്നു, എല്ലാം അവരുടേതാ. ആരാധന അവരുടേത്, എല്ലാം സകലതും അവരുടെയാ. വാഗ്ദത്തങ്ങൾ അവർക്കാ കൊടുത്തിരിക്കുന്നത്. അബ്രഹാമും അവരുടെ തന്നെ. ഇതെല്ലാം ലഭിച്ച ആളുകൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഈ അന്യജാതിക്കാരനായ മനുഷ്യൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കനാന്യ സ്ത്രീയെ കുറിച്ച് കാണുന്നുണ്ട്. അവളോട് യേശു അവളെ നിരുത്സാഹപ്പെടുത്താൻ പറയുന്നു. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടേ ഇല്ല. പിന്നെ അവളോട് പറഞ്ഞു, മക്കളെ അപ്പോഴത്തെ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. കൂടെ തുടരെ അവളുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ യേശു അവളെ നിഷ്പ്രഭമാക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന പല വാക്കുകൾ പറഞ്ഞിട്ടും ഒട്ടും വിട്ടുകൊടുക്കാതെ കർത്താവ് പ്രവർത്തിക്കുന്നത് വരെയും പുറകെ നടക്കുന്ന വിശ്വാസം. She persisted. She demonstrated a great level of faith. അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ആമേൻ. ഈ ചില വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശതാധിപൻ ഇവിടെ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ്, നീ എന്നെ പൊറിക്കാതെ പറയാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇവള് പറയുന്നത്, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഓരോ മേഖലകളും കർത്താവ് അറിയുന്നു. ഓരോ പ്രത്യേക പരിസ്ഥിതികളും കർത്താവ് നന്നായിട്ട് അറിയുന്നു. അവന് മുമ്പിൽ എല്ലാം നഗ്നനും വളർന്നുമായി കിടക്കുന്നു. അവനുമായിട്ട് നമുക്ക് കാര്യമുള്ളത് നിന്റെ സകല വേദനകളും, സകല പ്രതികൂലങ്ങളും, സകല പ്രതിസന്ധികളും, സകല ബുദ്ധിമുട്ടുകളെയും, സകല വെല്ലുവിളികളെയും, സംഘർഷങ്ങളെയും നന്നായി അറിയുന്ന ഒരുവനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരുവനത്തെ നമുക്കുള്ളത്. ആമേൻ. എബ്രായർ 7:25 പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നവനാകിയാൽ അവരെ അവസാനത്തോളം രക്ഷിപ്പാൻ അവൻ മതിയായവനാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം എന്നെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? നിന്നെ ദൈവം വിളിച്ചിറക്കിയോ? ചുറ്റുപാടുകളിൽ നിന്ന്, കെട്ടുമുട്ടുകളിൽ നിന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്ന്, സമുദായത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, പൈശാചികന്റെ പിടിയിൽ നിന്ന് പ്രിയ ദൈവവേദനെ നിന്നെ വിളിച്ചിറക്കി ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ അങ്ങേയറ്റം വരെ കൊണ്ടുപോകാൻ അവൻ വിശ്വസ്തനാണ്. അവൻ വിശ്വാസന നായകൻ മാത്രമല്ല, അവൻ പൂർത്തി വരുത്തുന്നവൻ കൂടിയാകട്ടോ. ഹല്ലേലൂയ. ഇതിനിടയ്ക്കുള്ള പാതയുണ്ടല്ലോ, വിശ്വാസം തുടങ്ങി വെച്ചിട്ട് വിശ്വാസം അവസാനിപ്പിക്കുന്നതിനിടയ്ക്ക് കുറച്ച് വഴിയുണ്ടല്ലോ. നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ്,
നമ്മൾ വിശ്വാസി വന്നേ പിന്നെ അവസാനിക്കുന്നതും വരെ ഈ സമയത്ത് കർത്താവ് നിന്നെ കൈവിട്ടിട്ട് പോകത്തില്ല. നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ഇതാ സ്ട്രോങ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ യേശു ഉള്ളവരുടെ കനാന്യ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, വലിയ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആമേൻ. അവൾ എന്താഗ്രഹിച്ചോ അത് ദൈവം അവൾ കൊടുത്തു. ശതാധിപൻ എന്താഗ്രഹിച്ചോ അത് ദൈവം ആ മനുഷ്യന് നൽകി. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ യാചിക്കുന്നവരായിരിക്കാം. ഞാൻ സകല ജഡത്തിന് ദൈവമായ യഹോവയല്ലയോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യെരമ്യാ 32:27 താൻ ചോദിക്കുന്നു. ആമേൻ. യേശുവിനോട് പറഞ്ഞ് ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നുവെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത ഒരു ലെവൽ ഓഫ് ഫെയ്ത്ത്, അചഞ്ചലമായ വിശ്വാസം, ദ അൺവേവറിംഗ് ഫെയ്ത്ത്. ആമേൻ. നമ്മളെ 2-3-4 കാര്യങ്ങളാണ്. ഞാനൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഒന്ന്, ഗ്രോയിങ് ഫെയ്ത്ത്, ബേസിക്കിൽ നിന്ന് കുറച്ചുകൂടെ വളർന്ന ഒരെണ്ണം. 2, ഗ്രേറ്റ് ഫെയ്ത്ത്, അഥവാ വലിയ വിശ്വാസം. 3, അചഞ്ചലമായ വിശ്വാസം, അൺവേവറിംഗ് ഫെയ്ത്ത്. അൺവേവറിംഗ് ഫെയ്ത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിലീവിങ് ഗോഡ് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ഹിം. whatever he says, ഫൂളിഷ്നെസ് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്ന വിശ്വാസം. ദൈവമല്ലേ പറഞ്ഞേ. നോഹയോട് എല്ലാവരും പറഞ്ഞു, നോഹ നീ എന്താ ചെയ്യുന്നത്? മണ്ടത്തരം. വാട്ട് ഫൂളിഷ്നെസ് ആർ യു ഡൂയിങ് നോവ? സകലമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നീ ചെയ്യുന്നത്? നോഹ പറഞ്ഞു, ഐ ഡോണ്ട് നോ എനിത്തിങ്, ഐ ഡോണ്ട് നോ വാട്ട് യു സേ. നോഹ, നീ മഴ കണ്ടിട്ടുണ്ടോ? നീ മഞ്ഞ് കണ്ടിട്ടുണ്ടോ? നോഹ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല. ദൈവം പറഞ്ഞു, ഒരു ഭ്രാന്തനെ പോലെ, ഒരു പൊട്ടനെ പോലെ, ഒന്നും അറിയാത്ത ഒരുവനെ പോലെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവമേ നീ ചെയ്യുന്നതെല്ലാം നന്നാ, ഞാനത് വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തെ നീ ഇവിടെ വരെ കൊണ്ടുവന്നെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും. ഈ പ്രതിസന്ധി നിന്റെ അറിവോട് സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുന്ന കർത്താവേ. ഒരു പൊട്ടനെ പോലെ, ഒരു ഫോഷനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നെ എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. 155 വായിക്കുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നു. വളരെയധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. എബ്രായർ 10:23 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പ്രത്യാശ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് കരുതി. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇല്ലാത്തത് ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ഉണ്ടായിക്കൊള്ളുമെന്ന് കരുതി മുൻപോട്ട് പോകുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും ഉണ്ടാകും, ഇന്നോ നാളെയോ എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞതെങ്കിൽ അവൻ ചിലത് ചെയ്യുന്ന ദൈവമാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം എന്നെ നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 22 മുതൽ ചില കാര്യങ്ങൾ പറയുന്നു. യേശുവിനോട് ഉത്തരം പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. അതിൻ്റെ അർത്ഥം ആർക്കും വിശ്വാസം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എല്ലാവർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. അടുത്ത വാക്യം പറയുന്നത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ
താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ പ്രത്യേകത, സംശയിക്കാൻ പാടില്ല. ലേശം സംശയം പാടില്ല. All things are possible with God. Nothing is beyond His power. ഈ ഫെയ്ത്ത്, it gives thanks in advance. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, പൗലോസ് പറയുന്നില്ലേ 4-ാം വാക്യം തൊട്ട്, കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിൻ നിങ്ങൾ പറയുന്നു, ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരെ കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ആമേൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ അർത്ഥം അവിടെ നടന്നു കഴിഞ്ഞു എന്നാണോ? അല്ല. ആവശ്യം ചെന്ന് പറയുമ്പോഴേ സ്തോത്രത്തോടുകൂടി, കർത്താവേ നീ തരാൻ പോകുന്നതിനായി സ്തോത്രം, നീ തന്നില്ലെങ്കിലും അതിനും സ്തോത്രം, നീ തരുന്നെങ്കിൽ നല്ല കാര്യം, നീ തന്നില്ലെങ്കിൽ അത് നിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ കേണ് പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഇതുവരെയും തരാത്ത പല കാര്യങ്ങളില്ലേ. ഇന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ, തന്നായിരുന്നു നമ്മളിന്ന് എവിടെയായിരുന്നേനെ? ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ നീ തരാതിരുന്ന നീ കേൾക്കാതിരുന്ന അനേക പ്രാർത്ഥനകൾക്കായി, നീ തരാതിരുന്ന അനേക അനുഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഭൗമികമാകാം, ഒരു പക്ഷേ ആത്മീകമാകാം, ഒരു പക്ഷേ ശുശ്രൂഷ സംബന്ധമായ ചില കാര്യങ്ങളാകാം. വട്ടെവർ ഇറ്റ് ഈസ്, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവേ നീ അതൊക്കെ തരാഞ്ഞതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സോ ഇതാണ് എന്ത്? ഈ അൺവേവറിംഗ് ഫെയ്ത്ത് അഥവാ അചഞ്ചലമായ വിശ്വാസം. ആമേൻ. അടുത്തത് ശക്തമായ വിശ്വാസം അഥവാ സ്ട്രോങ് ഫെയ്ത്ത്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വായിക്കുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അബ്രഹാം ഒത്തിരി സ്ട്രഗിൾ ചെയ്ത മനുഷ്യനാണ് കേട്ടോ. 21-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. ആമേൻ. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നു. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. ആർക്കാ? അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. നമുക്കറിയാമല്ലോ, സഖായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. സഖായിയെ യേശു നേരത്തെ കണ്ടതാ. സഖായുടെ ഉള്ളിലെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ യേശു അറിഞ്ഞുകൊണ്ടായി വരുന്നത്. അതിന് താഴെ വന്ന് സഖായിയെ വേഗം ബന്ധപ്പെട്ട് ഇറങ്ങി വാ. അവൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പാർക്കാൻ പോവാ, നിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. സഖായി അവിടെ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. ആരും പറഞ്ഞില്ല, യേശു ഒന്നും പറഞ്ഞില്ല, ആരും നിർബന്ധിച്ചില്ല, വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചില്ല, ഇതിൻ്റെ വരുമര്യാദകൾക്ക് ചിന്തിച്ചില്ല, ഭവിഷ്യത്തുകളൊക്കെ ചിന്തിച്ചില്ല, കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല, നഷ്ടം എത്രമാത്രം വരാൻ പോകുന്നത് ചിന്തിച്ചില്ല. നഷ്ടം വന്നാലും ലാഭം വന്നാലും ആമേൻ യേശുവിൻ്റെ വീട്ടിൽ വരികയല്ലേ. യേശു ഒരു പാപിയുടെ വീട്ടിൽ പോയെന്ന്, യേശു ഒരു കൊളരാത്ത മനുഷ്യൻ്റെ വീട്ടിൽ പോയെന്ന് ഇവിടെ നിൽക്കുന്ന ആരും ഇനി വില പറയാൻ പാടില്ല. എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, അവനവിടെ ദൈവമെന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല എന്ന്. അവനവർക്കായി ഒരു നഗരമൊരുക്കിയിരിക്കുന്നുവല്ലോ. നമ്മെ ഓർത്ത് ദൈവം ഒരിക്കലും അഷേംഡ് ലജ്ജിക്കാനിടയാകരുത്. അവിടെ നിന്നുകൊണ്ട് തീരുമാനം എടുത്തപ്പോൾ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് വീട്ടിൻ്റെ രക്ഷമെന്ന്. ഇവിടെ എന്താ വായിച്ചത്? അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ ഇത് ഉറപ്പാകണം. ഇനി അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. എന്താ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത?
മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾ പിതാവാക്കി വെച്ചിരിക്കുന്നു എന്നെഴുതി. ഇത് പറഞ്ഞതേ ഉള്ളൂ, ഇതൊന്നും നടന്നില്ല കേട്ടോ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് ബഹുജാതികളെ ഒന്നും അബ്രഹാം കാണാനെത്തില്ല. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു, ഞാൻ ബഹുജാതികൾക്ക് പിതാവായിരിക്കുന്നു, ഞാൻ വിശ്വാസികളുടെ പിതാവായിരിക്കുന്നു. വർഷങ്ങൾ അനേകം കഴിയുമ്പോൾ ആളുകളെല്ലാം എന്നെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കാൻ പോകുകയാണ്. ഇത് അബ്രഹാം മുമ്പ് കൂട്ടി അങ്ങ് വിശ്വസിച്ചു. 18 വാക്യം, നിന്റെ സന്തതി യുവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ തൻ ബഹുജാതി പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാകുന്നു. ആശയോടെ വിശ്വസിച്ചു. എങ്ങനെ? ആശയ്ക്ക് വിരോധമായി. സാഹചര്യങ്ങളെല്ലാം വിരോധമാണ്, എല്ലാം മൊത്തം പ്രതികൂലമാണ്. ഒരിടത്തും നോക്കിയാൽ ഒരു കാര്യം സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ഇല്ല, ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ല, ബാക്കിലൊന്നുമില്ല. പക്ഷേ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്നിട്ട് കേൾക്കണമോ? അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു. ആമേൻ. ആര്? അബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാം ആദ്യമേ എന്താ ചെയ്തതെന്ന് അറിയാമോ? ദൈവത്തെക്കുറിച്ച് വിശ്വസിച്ചു, പിന്നീട് തന്നെക്കുറിച്ച് വിശ്വസിച്ചു, പിന്നീട് തൻ്റെ കുടുംബത്തെക്കുറിച്ച് വിശ്വസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ പരിചയപ്പെട്ടൊരു ദൈവമുണ്ടല്ലോ, താങ്കളുടെ കൂടെ നടക്കുന്നതിന് വിശ്വസിക്കുന്നൊരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തെക്കുറിച്ച് എത്രമാത്രം അറിവുണ്ട്, എത്രമാത്രം വിശ്വാസമുണ്ട്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ടല്ലോ, 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവ് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ക്രിസ്തു യേശു നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ കർത്താവായ, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ഒരിക്കൽ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ സ്വീകരിച്ച ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് സഹോദര സഹോദരി താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്കറിയാമോ? കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്രമാത്രം നിങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്? എഫെസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുന്നില്ലേ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞാണോ നമ്മൾ ഇരിക്കുന്നത്? എന്തെല്ലാം ഇനി അറിയാനുണ്ട്. വിശ്വാസത്തിൽ വളരാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം, വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം, ഇതൊക്കെ ദൈവത്തെക്കുറിച്ച് അബ്രഹാം വിശ്വസിച്ചത്. തന്നെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും എന്താ അബ്രഹാം വിശ്വസിച്ചത്? ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. തൻ്റെ 100 വയസ്സുള്ള ശരീരം, 90 വയസ്സുള്ള ഭാര്യ സാറയുടെ ഗർഭപാത്രം, അത് ദൈവത്തിന് മാറ്റാൻ കഴിയും. ഇന്നത്ര പേര് ഈ രാത്രി വിശ്വസിക്കുന്നുണ്ട്. God can change all my circumstances, my situations. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വളരുന്ന വിശ്വാസമാണോ? വലിയ വിശ്വാസമാണോ? അചഞ്ചലമായ വിശ്വാസമാണോ? ശക്തമായ വിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് നാം എത്തിയിട്ടുണ്ടോ? പ്രതികൂലങ്ങളുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം, വളരെയധികം വൈതരണികൾ നമുക്ക് മുമ്പിലുണ്ടായിരിക്കാം. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ, നൂലാമാലകളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിത്ത് ഗോഡ് എവറിതിങ് ഈസ് പോസിബിൾ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ആടിക്കോ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ. ആടിക്കോ ജീവിതത്തിൽ ദൈവം ഇതൊരു വലിയ ഒരു ഉറപ്പായിട്ട് ഇത് കൊടുക്കട്ടെ, ഇത് നിക്ഷേപിക്കട്ടെ.
ദൈവം വാക്കുമാറാത്ത ദൈവം, വിശ്വസ്തൻ, ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. നമുക്ക് സന്തോഷത്തോടെ കർത്താവോട് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിത്യതയുടെ തുറമുഖം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ആമേൻ. അവിടേക്ക് നമുക്ക് പോകാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.